ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് മൈൻക്രാഫ്റ്റ്. അപ്പൊ എനിക്കറിയ കുറെ നാളായി നമ്മള് ഫ്രീ ഫയറിന്റെ വീഡിയോ കേട്ടിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ഫ്രീ ഫയറിന്റെ വീഡിയോ ഇടാം. പിന്നെ കുറച്ച് നേരമായിട്ട് നമ്മളിവിടെ ഈ ഒരു അയൺ ഫാമിലി ആയിരുന്നു. അപ്പൊ ഞാൻ കുറെ നേരം അങ്ങും പോയായിരുന്നു. അപ്പം എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാര്യം നമ്മള് വേൾഡ് ഒരു ബിഗ് അച്ചീവ്മെന്റിലേക്ക് പോവാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇത് ബിഗ് അച്ചീവ്മെന്റ് ഒന്നും ആയിരിക്കില്ല. ഇവിടെ വരുമ്പോ കണ്ടോ, എല്ലാം ഞാൻ ഓപ്പൺ ആക്കി. പിന്നെ ഇവനെ ഞാൻ ഗോൾഡൻ കാറ്റ് കുറെ വാങ്ങി, പിന്നെ സ്റ്റോക്ക് ചെയ്തു. പിന്നെ ഇവനെന്ന് ഞാൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്തോ, പിന്നെ ഇവന്മാരെന്ന് ഞാൻ ഇങ്ങനെ ട്രേഡ് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആക്കി. പിന്നെ എനിക്ക് ഇനി ആവശ്യമുള്ളത് ഇവനെയാണ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം. ഇത് നമുക്ക് ഫസ്റ്റ് അങ്ങ് വാങ്ങാം. അതിന് മുന്നേ എന്റെ ഒരു 4 സ്റ്റേക്ക് മാറ്റും, 3 സ്റ്റേക്ക് മാറ്റിയാൽ എന്നാലും എനിക്കതിന്റെ കൈ കയറും. അപ്പൊ അന്ന് തികയുണ്ടോ? രണ്ട്, ഓ, മൂന്ന്. ഓ, തരില്ല. വിചാരിച്ച കുഴപ്പമില്ല. നമുക്ക് ആ ആ ആ ആ ഇവിടെ നിന്ന് വാങ്ങാം. ബഫർ അടിക്കുന്നുണ്ടോ? ഞാൻ നിവിഡിയുടെ ആക്കിയാലോ ഗൈസ്. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഇനി ലെഗിൻസ് ആണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ കുറെ നാൾക്ക് കഷ്ടപ്പാടിന് ശേഷം നമ്മളങ്ങനെ അയൺ ഹാർബർ മാറ്റിയിട്ടുണ്ട്. ഓഹ്, കൊണ്ട് ചന്തയായിരിക്കും. ആക്കിയതാ. ഓ, നോക്കട്ടെ ഞാൻ. ആടാ ഗുമ്മാള്. പ്ലീസ്, അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഫുള്ള് ഡയമണ്ട് ആർമറും ഡയമണ്ട് ടൂൾസിലോട്ട് മാറ്റണം. എല്ലാം വേണം, കൈ ഉൾപ്പെടെ വേണം. ഓക്കെ, എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നെതർ എക്സ്പ്ലോറിംഗ് പോകണം. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ആവശ്യം ഞാൻ പറഞ്ഞാൽ നമ്മൾ അടുത്ത് തന്നെ ഡ്രാഗനൊക്കെ കൊല്ലാൻ പോവാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ബിൽഡിങ്സും അങ്ങനെയൊക്കെ നമുക്ക് പോകും. ഓക്കെ, അപ്പൊ ഞാനൊരു ഫുൾ ടൂൾസ് കൂടെ ആക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഈ ഇത്ര ആയാൽ മതിയാവുമോ? എന്തായാലും നോക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ അടിച്ച് കൊന്ന് ഞാൻ അടിച്ച് കൊന്ന് ഇത് ഞാൻ കുറെ നേരം ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇവിടെ കുറെ പേര് ഇങ്ങനെ വരും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഏകദേശം സ്റ്റാറ്റിക്സ് നോക്കുമ്പോൾ ഞാൻ 130 സോംബിനെ കൊന്നു. ഓക്കെ, ഇരിക്കണ ഇരിപ്പ് കണ്ട. ക്യാരറ്റ് കിട്ടി ഗീസ്. അപ്പൊ ഞാൻ ഇന്ന് ഈ ക്യാരറ്റ് കിട്ടിയില്ലെങ്കിൽ നാളെ എനിക്ക് കിട്ടിയേനെ. പൊട്ടറ്റോ കിട്ടിയ ഇത് ഡ്രോപ്പ് ചെയ്യണതാണ്. ഇതോ അവിടെ ഒരു സാധനം കണ്ടോ? ഇതോ അത് ഡെസേർട്ട് വില്ലേജ് ആണ്. അവിടെ ചിലപ്പോ കാണും. പിന്നെ അതോ അവിടെ റൂണ്ട് ഷിപ്പ്, അല്ല എന്തായിരുന്നു അതിന്റെ ഇത്, എന്തോ ട്രഷർ, ആ മറ്റേ ഷിപ്പ്. പിന്നെന്താ, ഇതോ ഡെസേർട്ട്, അവിടെ ഡെസേർട്ട്. ഇതോ ഭയങ്കര, ഇതൊക്കെ നമ്മൾ കുറെ എപ്പിസോഡ് മുന്നേ കണ്ടുപിടിച്ചു. ഓക്കെ, വെയിറ്റ് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യണം. ചങ്ക് കുറച്ചോട്ടെ, നേരെ പീസ് പൊട്ടിത്തെറിക്കും. ഓക്കെ, ഓക്കെ, നമുക്കപ്പം ഇന്ന് കിട്ടി. ഞാൻ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആരെ ഒപ്പിക്കാനാണ് ഡ്രാഗനെ കൊല്ലാൻ പോകുന്ന നേരത്ത്. ഞാൻ വിചാരിച്ചു ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി നമുക്കൊരു മറ്റേതാക്കാം. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്തായിരുന്നു, മറ്റേ ഇൻഫിനിറ്റി ബോ ഉണ്ടാകാം. പിന്നെ ഞാൻ ബോയിൽ ഇത്രയ്ക്ക് പ്രോ ഇല്ലാത്തോണ്ട് എനിക്ക് എത്ര ബോ വേണ്ടി വരുമെന്ന് എനിക്കറിയത്തില്ല. വെയിറ്റ്, ഇതെങ്ങനെ സംഭവിച്ചു? ഐ ക്യാൻ ബിലീവ് ദാറ്റ്. നോക്കട്ടെ. രണ്ടുപേരോ? കുറെ ആയല്ലോ ഞാൻ ഇവിടെ വന്നിട്ട്. ഇന്നില്ലേ, രണ്ടുപേരൊന്നും പോരാ. ഇവരെയൊക്കെ തട്ടാം നമുക്ക്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ബ്രെഡ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ഇട്ടു. നമുക്ക് വേറെ ഇവരെയൊക്കെ തട്ടാം. ബ്രോ ഇവിടെ സ്പോൺ ആവാനല്ല. ഓക്കെ, നമുക്കിനി കിടക്കാൻ ടൈമായി. ഓക്കെ, ബെഡ് കയ്യിലുണ്ട്. ഞാൻ നിങ്ങൾക്കൊന്ന് എന്റെ കോർഡിനേറ്റ് കാണിച്ചേക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ചാവും. കോർഡിനേറ്റ് മറന്നു പോകും, ഞാൻ വേൾഡ് തട്ടും. ഓക്കെ, ഇവിടെ നമുക്കൊന്ന് കിടക്കാം. എന്നിട്ട് നിങ്ങൾ അതൊന്നും അറിഞ്ഞില്ല. ഞാൻ എന്റെ ടൂൾസ് വാങ്ങിച്ചതേ ഇവിടെ ഇത്രയും പക്കെ ആക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് അയൺ എടുക്കണോടൊന്ന്. എനിക്ക് ക്യാരറ്റ് കിട്ടി, നല്ല സന്തോഷമുണ്ട്. ഓക്കെ,
നമുക്കപ്പോൾ അങ്ങോട്ടൊന്ന് പോവാം. കുറേ നേരം ഞാൻ മണ്ടം ചെന്ന് നിന്നു. സോംബി മാത്രം 130 ഞാൻ കൊന്നു. തന്നെ മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ വന്ന് കുറച്ചു നേരം ഫാം ചെയ്യാം. അവിടെ ചെന്ന് ക്യാരറ്റ് ഫാം ചെയ്യാം. കാര്യം ക്യാരറ്റ് നമുക്ക് കുറേ വേണ്ടി വരും. അപ്പം യൂസ് ആവും. കണ്ട വയ്യ. ഏകദേശം കുറെ നേരമായിട്ട് ഗെയിം കളിക്കുകയാണ്. ഏകദേശം ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ എന്തായാലും ആയി കാണും. ഇപ്പൊ ഞങ്ങൾ തിന്നാലോ? ഹോ ഓ അതൊക്കെ ഇരിക്കുമല്ലേ ഇപ്പൊ ഞാൻ എന്റെ ഇതൊന്ന് എടുത്തിട്ട് എന്റെ ഓഫ് ഹാൻഡിൽ പിടിച്ച് ഇതെന്റെ ഓഫ് ഹാൻഡിൽ പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഓ ഓ ഓ ഇനി കുഴപ്പമില്ല. ഇനി തിന്നാലും എനിക്ക് കുഴപ്പമില്ല. പറ്റുന്നത്ര ഞാൻ ഫാം ചെയ്യാം. ഇപ്പൊ ഡേട്ട് പോട്ടോ തോന്നുന്നു. ഓ 40 47 ഉണ്ട്. ഓക്കെ, തൽക്കാലം ഇത്ര മതിയാവും. ഇതെടുത്ത് നമുക്ക് അവന്മാർക്ക് കൊടുക്കാം. ഇപ്പൊ അവന്മാർ എന്തായാലും അവിടെ ഫാം ചെയ്യും. ഇപ്പം നമുക്ക് പൈ ഇത് ഓട്ടോമാറ്റിക് ആക്കാം. ഇത്രയും വലിയത് പറഞ്ഞാൽ എനിക്ക് എന്തായാലും വേണ്ടി വരുമല്ലോ. ഞാൻ കുറെ കഴിയുമ്പോൾ ഇത് പൊട്ടിച്ച് മാറ്റും. അയൺ ഫോമും ഇതും പൊട്ടിച്ച് മാറ്റും. ഇതിനെ എന്നിട്ട് ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റും. കാര്യം ഭാവിയിൽ ചിലപ്പം ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ യൂസ് ചെയ്യും. ഓക്കെ ബ്രോ, നിങ്ങൾ ഇത് ഫാം ചെയ്യാം, ഞാൻ തരാം. രാമാരെ പാടാൻ. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് പണികളുണ്ട്. കുറച്ചല്ല, കുറച്ചധികം പണിയുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് കുറെ കൂടെ അയൺ ട്രേഡ് ചെയ്യണം. പറ്റുമെങ്കിൽ ഒരു വില്ലേജറിൻ്റെ കുറെ ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്ലൈനിൽ എനിക്ക് കുറെ വില്ലേജേഴ്സിനെ ആഡ് ചെയ്യണം. എന്നിട്ട് പറ്റുവാണെങ്കിൽ ഓഫ്ലൈനിൽ തന്നെ ഇത്ര ആയോളൂ. ഇത്ര നേരം എനിക്ക് കൂടി വേണമല്ലോ. അതോ അതെ, ഓഫ്ലൈനിൽ ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് ഇൻഫിനിറ്റിയും പവർ 5ഉം അൺബ്രേക്കിങ്ങും മിൻറ്റിങ്ങും ഇത്രയും സാധനം വേണം. പ്രൊട്ടക്ഷൻ പവറും ഇത്രയും സാധനങ്ങൾ വേണം. അപ്പൊ അതൊക്കെ നോക്കണം അടുത്ത എപ്പിസോഡിനുള്ളിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വേൾഡ് വെച്ചിട്ട് കയറ്റുമായിരിക്കും. കണ്ണുക്കുള്ള് കണ്ണുക്കുള്ള് ഓക്കെ. അപ്പൊ ഈ ടൂൾസും ആർമറും ഈ സാധനം ഗോൾഡൻ ക്യാരറ്റ് പിന്നെ ഈ ബോയും അതൊക്കെ അവന്മാർക്കുള്ളതാണ്. ഓക്കെ, പിന്നെ ആവശ്യമുള്ള സാധനങ്ങളും കണ്ടുപിടിക്കണം. ഇവന്മാർക്കല്ല ഇനിയും പോണം. കുറെ പേര് ആഡ് ചെയ്യണം. ഇനിയും കുറെ അയണാർ ട്രേഡേഴ്സ് ആഡ് ചെയ്യണം. അങ്ങനെ കുറെ പണിക്ക് പണിയായിട്ട് കുറെ ഉണ്ട്. അതൊക്കെ നമുക്ക് മോഡലൊക്കെ തുടങ്ങാറായി. അപ്പം അതിനും പഠിക്കണം. വീഡിയോ കുറച്ച് ലേറ്റായിട്ടേക്ക് വരാം, ക്ഷമിക്കുക. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് എന്താ പരിപാടി? ഇനി വലിയ പരിപാടിയൊന്നുമില്ല. ഇനി നമുക്ക് ഇവന്റ് ചെയ്ത് പറ്റിയെങ്കിൽ ഒരു ഫോർച്യൂൺ തേർഡ് വാങ്ങണം, എല്ലാം ചെയ്യണം. അപ്പൊ എന്താണ് ഇനി അടുത്തത്? ഓക്കെ, ഇനി അടുത്താഴ്ച എനിക്കൊന്നുമില്ല, ഓഫ്ലൈൻ പണിയാണ്, ഓഫ് ക്യാമറ പണിയാണ്. അപ്പം നിങ്ങൾ പറ്റുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത വീഡിയോ കാണും. നാളെ മറ്റന്നാളെ അതിന്റെ നാളെ എന്തെങ്കിലും വേണം കാണും. പിന്നെ നമുക്ക് ക്ലാസ് ഒഴിവാകൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഇപ്പൊ 3 ക്ലാസ്സേ ഉള്ളൂ, 2 ക്ലാസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് കുറെ കൂടെ ഒക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, നിങ്ങൾ പോയി അടുത്ത വീട്ടിലായിട്ട് പോയി.